നിലമ്പൂരിൽ UDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരാൻ അല്പസമയം മാത്രം ബാക്കി നിൽക്കെ വലിയ അണികളുടെ പ്രവാഹമാണ് ആര്യടൻ ഷൗക്കത്തിന്റെ വീട്ടിലേക്ക്. ഷൗക്കത്തൊക്ക എങ്ങനെയാണ് ഇപ്പോഴത്തെ പ്രതീക്ഷയുടെ? ഇല്ല, അതൊരു പ്രതീക്ഷയുടെ പ്രശ്നമല്ല. ഞങ്ങൾ നിലമ്പൂരിലെ UDF പ്രവർത്തകരും ഇവിടെ UDF പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി കാതോർത്തിരിക്കുകയാണ് എല്ലാവരും. അത് ആര് സ്ഥാനാർത്ഥിയായാലും നല്ല ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം നിലമ്പൂരിലുണ്ട്. അത്രമാത്രം ഇലക്ഷന് മുൻപുള്ള നമ്മുടെ പ്രീ വർക്കുകൾ, ഒരു ഇലക്ഷൻ മുൻപുണ്ടാകുന്ന വർക്കുകൾ മുൻപെങ്ങുമില്ലാത്ത വിധം വളരെ നന്നായി ഞങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അത് വോട്ടേഴ്സിനെ ചേർക്കുന്ന കാര്യത്തിലാണെങ്കിലും അതേപോലെ തന്നെ സാധാരണ ഇപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ ഉണ്ടാകുന്നത് നിയോജകമണ്ഡലം കമ്മിറ്റി, അത് കഴിഞ്ഞ് പഞ്ചായത്ത് കമ്മിറ്റി രൂപീകരിക്കണം, അത് കഴിഞ്ഞ് ബൂത്ത് കമ്മിറ്റി ഉണ്ടാക്കണം, അത് കഴിഞ്ഞ് സ്ക്വാഡ് രൂപീകരിക്കണം. ഈ പ്രക്രിയയൊക്കെ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. ചുമരെഴുത്ത് വരെ സ്ഥാനാർത്ഥിയുടെ പേര് വെക്കാതെ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഈ UDFനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിൽ ഇനി ഒരു 30% പണി കഴിഞ്ഞു, തീർത്ത്. ഇനി ബാക്കിയുള്ള പണികൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ ഹൈക്കമാൻഡാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ടത്. പ്രത്യേകിച്ചും കോൺഗ്രസിനാണ് മത്സരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കും. ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചാൽ ആ പ്രഖ്യാപനത്തിന് വേണ്ടി കാതോർത്തിരിക്കുകയാണ്. അങ്ങയുടെയും ESCയുടെയും പേര് മാത്രമാണ് നേതൃത്വം കേൾക്കുന്നത്. എത്രമാത്രം ആ തരത്തിൽ പ്രതീക്ഷകളുണ്ട്? അല്ല, ഇതിൻ്റെ ഒരു പ്രതീക്ഷയുടെ പ്രശ്നമല്ലല്ലോ. ഇതിപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുന്ന കാൻഡിഡേറ്റ് അവിടെയാണ്. അല്ലാതെ നമ്മുടെ പ്രതീക്ഷയും നമ്മുടെ കാര്യങ്ങളും അല്ല ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഹൈക്കമാൻഡാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ടത്. ഹൈക്കമാൻഡ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. പ്രഖ്യാപിക്കും, ഉടനെ പ്രഖ്യാപിക്കുമെന്നാണ് അറിയുന്നത്. ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടി നിലമ്പൂർ ഒരുങ്ങി നിൽക്കും. കോൺഗ്രസിനെ മറ്റാരെങ്കിലും സമ്മർദ്ദപ്പെടുത്തുന്നുണ്ടോ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ കാര്യത്തിൽ? അല്ല, എനിക്കറിയില്ല, അത്തരം ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല. പിന്നെ നിങ്ങളൊക്കെ അങ്ങനെ പറയുന്ന വിവരങ്ങളല്ലാതെ നമുക്ക് വേറെ വിവരങ്ങളൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ ഇലക്ഷൻ നീളുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന, ഇലക്ഷൻ ഉണ്ടാവൂലേ എന്നൊക്കെ ആശങ്ക ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് ഇലക്ഷൻ പ്രഖ്യാപിച്ചത്. പിന്നെ ആ ഇലക്ഷൻ പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല, അപ്പോൾ പെട്ടെന്ന് തന്നെ, കാരണം 10-25 ദിവസമേ ഉള്ളൂ. ആ 25 ദിവസം കൊണ്ട് ഇലക്ഷൻ വർക്ക് മുഴുവൻ പൂർത്തീകരിക്കണം. അപ്പോൾ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ എടുക്കണം. അതിനിപ്പോൾ സ്ഥാനാർത്ഥിയെ ആര് പ്രഖ്യാപിച്ചാലും അതിനു വേണ്ട തയ്യാറെടുപ്പുകൾ UDF എടുത്തുകൊണ്ടിരിക്കും. BJP സ്ഥാനാർത്ഥിയെ നിർത്തില്ല എന്ന തരത്തിലാണ് വാർത്തകൾ വരുന്നത്. അത് CPMന് അനുകൂലമായ ഒരു സാഹചര്യം തീർക്കും? ഇല്ല, എനിക്കിപ്പോൾ വാസ്തവത്തിൽ അതിൻ്റെ വിവരങ്ങൾ എനിക്കറിയില്ല, എന്താണ് BJP നിർത്തുന്നില്ലേ എന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ, എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, BJP ആരെങ്കിലുമൊക്കെ സഹായിക്കാനായിരിക്കും ഈ ഒരു അങ്ങനെ നിർത്താതിരിക്കുന്നുണ്ടെങ്കിൽ. കാരണം BJP കേരളത്തിൽ വളരുന്നു എന്ന് പറയുമ്പം, ഓരോ തെരഞ്ഞെടുപ്പിലും അവരുടെ വോട്ടിംഗ് ശതമാനം വളർന്നു വരുന്നു എന്ന് പറയുമ്പോൾ, അങ്ങനെ പറയുന്നൊരു സാഹചര്യത്തിൽ, അങ്ങനെ ഒരു പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ നിർത്താത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് BJP തന്നെ മറുപടി പറയണം. തീർച്ചയായിട്ടും അൻവറിന്റെ റോള് നിർണായകമാകോ UDFനെ സംബന്ധിച്ച്? പൂർണ്ണ പിന്തുണയാണ് അൻവർ നേരത്തെ പ്രഖ്യാപിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞതാണ് ഈ കാര്യങ്ങൾ. താങ്ക് യു. തീർച്ചയായും ഹൈക്കമാൻഡിന്റെ പ്രഖ്യാപനത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആര്യടൻ ഷൗക്കത്ത്. പ്രജിത് കോങ്ങാടനൊപ്പം CV അനുമോദ്, News 18.